ഹായ്, ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് പേര് വന്ന് കമൻസ് ഇടുന്നുണ്ട്, ചെസ്സ് ഹറാമാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുവരെ ആരും ചെസ്സ് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ചെസ്സിനെ എതിർത്തുകൊണ്ട് ആ കമൻറ്റ് വാസ്തവത്തിൽ ഇവർ തന്നെ ഇവരുടെ കൂടെയുള്ള ഒരാളെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും. തെറ്റിദ്ധരിക്കല്ലേ? അങ്ങനെയല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘി മുസ്ലിം ഫേക്ക് ഐഡികൾ ചെയ്തതായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്കത് പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചെസ് കളി ഹറാമാക്കിയ ഈ പഹയൻ ഏതാ? ആ രവിചന്ദ്രനന്റെ ഫാൻ ആണ്, അങ്ങനെയേ പറയാവൂ. ചെങ്കിസ് ഖാൻ മുസ്ലിമാക്കിയ മാജിക്കാരന രവിചന്ദ്രൻ. എന്തൊക്കെ എഴുതി വെക്കുന്നത്? ചെങ്കിസ് ഖാൻ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ കൈയും കണക്കുമില്ല. അങ്ങനെയാ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ വേറൊരു വീഡിയോ ചെയ്തിടുന്നത് കേട്ടോ. ചൈനക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ലേ? ഇന്ത്യയിൽ എവിടെ കമ്മ്യൂണിസ്റ്റ്? നത്തിങ്. അപ്പൊ ചെസ് ബുദ്ധി വളർച്ച കൂട്ടും, ഫുട്ബോൾ ശരീരത്തിന് ആരോഗ്യം നൽകും. ഇത് പുള്ളി എഴുതിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുള്ളി അതിനകത്ത് ആദ്യം തന്നെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ളത് സർക്കാസമാണെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഇല്ലേ? അതാണ് അവിടെയും തെറ്റിദ്ധാരണയാണ് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കുന്നതാണ്. അത് സർക്കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ പെണ്ണുമ്പുള്ള പറയുന്ന പേരുകൾ, ഇത്ര പേരുണ്ട്, ഇവരെ എല്ലാം ഇങ്ങനെ അതെല്ലാം തന്നെ സർക്കാസമാണ്. അങ്ങനെ ഒരാളില്ല. അത് മധൂതികളോ ഈ പറയുന്ന മറ്റേ തീവ്രമായിട്ടുള്ള ആൾക്കാരോ പറയാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി എഴുതിയിട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു നരേഷൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് സർക്കാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഞാൻ അത് തിരുത്തുന്നത്. അദ്ദേഹം എഴുതിയിട്ടത് ഇതേപോലെ ഒരു വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഇപ്പം തലയെക്കെട്ടുകാരന്മാർ വരും. ഈ തലയെക്കെട്ടുകാരന്മാർ കാരണം സംഘികൾ ഇത് എടുത്തുകൊണ്ട് പോകും. പുള്ളി അത് കൃത്യമായി വിശദീകരിച്ച് പറയാതെ ഇങ്ങനെ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടപ്പോൾ കൃത്യമായിട്ട് അത് സംഘികൾക്ക് കിട്ടി. സംഘികൾ അത് എടുത്തു വെച്ചിട്ട് ആ ചാനലുകാർ അത് എടുത്തു വെച്ച് അങ്ങ് പറയുകയാണ്. അവർക്കൊരു കോമൺ സെൻസ് വേണ്ടായി. ആ കാലഘട്ടത്തിൽ ചെസ് ഇല്ല, ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി ഒരു വ്യവഹാരം കൊണ്ട് ആരും ഇറങ്ങത്തില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളല്ലേ ഉള്ളത് ഇസ്ലാം മതത്തിൽ. ഫുട്ബോൾ മമ്മൂനെന്ന് പറഞ്ഞിട്ട് തലക്കെട്ടുകാരൻ വന്നില്ലേ, തൊട കാണുന്നെന്നും പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നില്ലേ. അപ്പൊ അതുപോലെ ഇതിനെയും പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യത ഉണ്ട് എന്ന് പുള്ളി പറഞ്ഞതിനെയാണ് വേറെ രീതിയിൽ വക്രീകരിച്ച് എടുത്തു കൊണ്ടുപോയി ഈ യവന്മാർ വീഡിയോ ചെയ്തത്. ഇതാണ് ഞാൻ അതിനകത്ത് പരാമർശിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കും അത് പിടികിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തുരുതുരെ കമന്റ്, അതിനോടനുബന്ധിച്ച് തുരുതുരെ കമന്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തത്. തെറ്റിദ്ധരിക്കരുത്. ചെസ്സിനെ ഇസ്ലാം എതിർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇടുന്നു, അത് സർക്കാസമായിട്ട് ഇട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വായിച്ചു. ഇനി നിങ്ങൾ ആ പോസ്റ്റ് ഒന്നും കൂടെ വായിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. പുള്ളി നിരീശ്വരവാദിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരിതോ ഒന്നും കണക്കാക്കണ്ട. പുള്ളി ഉദ്ദേശിച്ചത് ഇതേപോലുള്ള കുറെ കോയമാർ ഇപ്പം ഇറങ്ങും, ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഇടത്ത് ഇന്ന പണ്ഡിതൻ എന്ന് അദ്ദേഹം വിവരിക്കുന്നത്. അങ്ങനെ പണ്ഡിതന്മാരില്ല. നമ്മൾ വിശ്വസിക്കും. ഇതാണല്ലോ അവർ പറഞ്ഞു തരുന്ന ധ്വനി. ഈ പുസ്തകത്തിൽ ഇത്രാം വാള്യത്തിൽ ഇത് തന്നെയാണ് മറ്റേ ടീമുകളും ചെയ്യുന്നത്. ഇത്രാം വാള്യത്തിൽ ഇത്രാം പക്കത്തിൽ നമ്മൾ അതെടുത്തുകൊണ്ട് നോക്കാൻ പോകുമോ? അത് വിമർശിക്കണം എന്നുള്ളവർ അതെടുത്ത് വെച്ച് നോക്കും, മനസ്സിലാക്കും എന്നതിനപ്പുറം അത് കൃത്യമായിട്ട് ആരും നോക്കില്ല. ശരിയായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കും. ഇപ്പം അയാൾ കളിയാക്കിയ സാധനം പോലും നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? ആ തെറ്റിദ്ധാരണയാണ് അപ്പുറത്തുണ്ടായിട്ടുള്ളത്. അത് തെറ്റ് അയാൾ തിരുത്തി, പക്ഷെ ഇവർ തിരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഉദ്ദേശം. സോ പ്ലീസ്, ആ തിരുത്താണ് ഞാനിവിടെ പറഞ്ഞത്. താങ്ക് യു.